ഞാനിപ്പോ നിക്കണത് എന്റെ ജബോട്ടിക്കാബയുടെ അടുത്താണ്. അപ്പൊ ജബോട്ടിക്കാബന്റെ മരമുന്തിരി എന്നും പറയും. അപ്പൊ 3 വർഷം മുമ്പാണ് ഞാൻ നഴ്സറിന്ന് ചെറിയ പ്ലാന്റ് മേടിച്ചു വെച്ചത്. അപ്പൊ ഇതിപ്പോ ആദ്യമായിട്ട് കായ്ച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാനാണ്. ഇപ്പൊ ജബോട്ടിക്കാബയുടെ മുട്ടുകൾ കണ്ട ഇതേപോലെ തന്നെയാണ് ഇതിന്റെ മുട്ടുകൾ ഇരിക്കണത്. പൂക്കൾ കണ്ട ഇതാണ് പൂവ്. ഇത് ആദ്യമായിട്ട് ഉണ്ടായി വരുമ്പോ ഈ കളറിലായിരിക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ക്രീം കളർ ആയിരിക്കുള്ളൂ. പിന്നെ ഒരു റെഡിഷ് കളറിലോട്ട് വന്നിട്ടാണ് പിന്നെ ബ്ലാക്ക് കളർ ആകണത്. അങ്ങനെ പല സ്റ്റേജാണ് ഇതിന്. ഇത് ഇങ്ങനെ തടിയുമേൽ കണ്ട നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ വർഷം മുഴുവൻ കായ്ക്കണാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ്. ഇനി വർഷത്തിൽ ഒരു 3 പ്രാവശ്യം എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ചാണകപ്പൊടിയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും. വേനൽക്കാലത്ത് നനച്ചും കൊടുക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിചരണങ്ങളും വേണ്ട. കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ കുറവാണ്. അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം കേട്ടാ. അപ്പൊ നമുക്ക് കണ്ട ഇത് പഴുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടാ. നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റിയതാണ്. അപ്പൊ എല്ലാവരും ജബോട്ടിക്കാബയുടെ തൈകളൊക്കെ നഴ്സറിയിൽ നിന്ന് മേടിച്ച് വെക്കണം.